ഒന്ന് എവിടേക്കാ ഞാൻ കടയിലേക്ക് പോവായിരുന്നു. കടയിലേക്കോ? ഇതെന്താ വണ്ടി? എന്താ സംഭവം? വണ്ടി എന്താ? ഇലക്ട്രിക് ബൈക്കാ. ഇലക്ട്രിക് ബൈക്കാ? എന്താ പേരെന്താ? ഇയാളുടെ പേരെന്താ? അവിനാഷ്. അവിനാഷ് അല്ലേ? എവിടെ സ്ഥലം? എവിടെ? എന്റെ ഈ ആശ്രമത്തിന്റെ മേളിലേക്ക്. ആശ്രമത്തിന്റെ മേലെ അല്ലേ? ഞാനേ ഇവിടെ ഒരാളെ കാണാൻ വേണ്ടി വന്നാട്ടാ. അപ്പൊ ഒന്ന് വണ്ടി സൈഡാക്കി, ഇനി വണ്ടികൾ പോകാനുള്ളല്ലേ, നമുക്കൊന്ന് പരിചയപ്പെടാം കേട്ടോ. കുഴപ്പമില്ല, സമയം ഉണ്ടല്ലോ. ഒരു 5 മിനിറ്റ് സമയങ്ങളെ പറ്റില്ലേ? എല്ലാവർക്കും നമസ്കാരം, ഞാൻ സുധീഷ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മുളന്തുരുത്തി ആമ്പൽ റൂട്ടിൽ പെരുമ്പള്ളിയുടെ സ്ഥലത്താണ്. ഇവിടെ ഒരു വേറെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ വന്നപ്പോൾ ഒരു പയ്യൻ ഒരു സൈക്കിൾ ഓടിച്ച് പോകണം. സൈക്കിൾ ഓടിച്ച് പോകല്ല, സൈക്കിൾ ഓടിച്ചല്ലോ പോയത്, സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ബൈക്ക് പോകണ പോലെ പോകുന്നത്. നമ്മൾ സൈക്കിൾ ചവിട്ടിയിട്ടല്ല പോയത്. ചാർജബിൾ സാധനം അല്ലേ? അതിനെക്കുറിച്ച് പ്രേക്ഷകർത്തൊന്ന് പറഞ്ഞേ, ഈ വണ്ടിനെ കുറിച്ച്. ഒരു ഈ ബൈക്കാണ്, പെഡലിംഗ് അസിസ്റ്റുമാണ്. അതുമല്ല ഇത് ഒരു 4 മണിക്കൂർ ചാർജ് ചെയ്താൽ 105 കിലോമീറ്റർ പോകും. പിന്നെ 33 കിലോമീറ്റർ പെർ അവറിലും പോകും ഇത്. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലത്തെ പല കാര്യങ്ങൾക്ക് ഈ സാധനം ഉപയോഗിക്കാം അല്ലേ? ഇതുകൊണ്ട് എവിടേക്കൊക്കെ പോയിട്ടുണ്ട്? ഞാൻ ഇവിടെ അമ്മക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കടയിലൊക്കെ പോകും. എവിടേക്കൊക്കെ പോയിട്ടുണ്ട്? ലോങ് പോയിട്ടുണ്ടോ? ഞാൻ ഈ ഷോറൂമിൽ നിന്ന് എടുത്തോണ്ട് വരാനായിട്ട് ഒരു 20 കിലോമീറ്റർ മരടില്ലേ? അപ്പൊ ഇതിന്റെ സർവീസ് ഒക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് ഒന്നുള്ള സർവീസ് ഒക്കെ? സർവീസ് എന്നൊക്കെ പറയുമ്പോ ഒരു 300 കിലോമീറ്റർ ഒക്കെ പോയി കഴിയുമ്പോ കൊണ്ടുപോകാൻ പറഞ്ഞായിരുന്നു. അതല്ലേ? അപ്പൊ ഇതുകൊണ്ട് നമുക്ക് എവിടേക്കാണെങ്കിൽ പോവാം, പേടിയില്ല. ഇത് ചാർജ് ചെയ്ത് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും പോവാം. അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ കുഴപ്പം. സത്യമാണ്, നമ്മുടെ വീടുകളിൽ ഒരു ബൈക്ക് പോലെയാണ് നമ്മുടെ ഈ ഒരു വണ്ടി. ഞാനിവിടെ വേറെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോഴാണ് നമ്മൾ ഈ ഒരു പയ്യനെ പരിചയപ്പെടാൻ പറ്റിയത്. എന്തായാലും വളരെ സന്തോഷം. ഇത് നമുക്ക് കുട്ടികൾ അല്ലെങ്കിൽ വലിയ ആൾക്കാർക്ക് ഓടിക്കാൻ പറ്റുന്നത്? വലിയ ആൾക്കാർക്ക് ഓടിക്കാൻ പറ്റും. എത്ര കിലോ വരെ നമുക്ക് താങ്ങുന്ന പറയുന്നവര്? ഞങ്ങള് ത്രിബിൾസ് ഓടിച്ചോണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ആണോ? പക്ഷെ എന്റെ കൺവെന്റ് ഇപ്പൊ പെട്ടിവിടെ. പക്ഷെ എന്തായാലും ഈ പയ്യനെ അങ്ങോട്ടൊന്നും പോകണം കണ്ടപ്പോഴേ ഈ പയ്യനൊന്ന് പരിചയപ്പെടുന്നത് മതി. അതിന് വണ്ടീനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ പയ്യൻ എന്തായാലും ശരിക്കും പറയുന്നതായി. ഇത് 105 കിലോമീറ്റർ പോകുന്നൊക്കെയാണ് പറയുന്നത്. 105 അല്ലേ? 105 ഒറ്റ ചാർജിൽ തന്നെ. ഒറ്റ ചാർജ് ഉള്ളു. അപ്പൊ എത്ര മണിക്കൂർ വരും നമുക്ക് ചാർജ് ചെയ്യാൻ? ഒരു 3-4 മണിക്കൂർ വരും. 3-4 മണിക്കൂറുണ്ട്. ഫുൾ ചാർജോ? ഫുൾ ചാർജോ. അപ്പൊ ഇതിന്റെ സർവീസ് നമുക്ക് ഇവിടെ അടുത്ത് തന്നെ കിട്ടും? നമുക്ക് മരടിൽ തന്നെ കിട്ടും? മരടിൽ തന്നെ കിട്ടും. അതോടെ വേറെ എവിടെയും കിട്ടും? നമുക്ക് വേറെ അറിഞ്ഞൂടാ, മരടിൽ ഞാൻ വാങ്ങിച്ച അവിടെ നിന്ന് കിട്ടും. അതല്ലേ? ഹെൽമെറ്റ് അതിന്റെ കൂടെ തന്നാണോ? ഇല്ല, അത് ഞാൻ വേറെ മേടിച്ചത്. അവിടെ ഉണ്ടായിരുന്നു, ഞാൻ വേറെ സ്ഥലത്ത് നിന്ന് മേടിച്ചു. അതല്ലേ? അപ്പൊ ഈ ഒരു വണ്ടി എടുത്തപ്പോ എന്ത് തോന്നി മനസ്സിൽ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇലക്ട്രിക് ബൈക്കൊക്കെ ഞാൻ സ്വപ്നത്തിലാണ് കാണാറുണ്ടായിരുന്നത്. അതല്ലേ? അപ്പൊ എന്തായാലും ഈ ഒരു വണ്ടി ഇപ്പൊ വീട്ടിലെല്ലാരും ഓടിക്കോ ഈ വണ്ടി? ഇല്ല, ഞാൻ മാത്രമേ ഓടിക്കാറുള്ളൂ. ഞാൻ ഏറ്റവും ചെറുത്, ബാക്കിയെല്ലാവരും കോളേജൊക്കെ കഴിഞ്ഞ് സ്കൂട്ടറും കൊണ്ടൊക്കെ പോവാ. ചെറിയ പിള്ളേർക്ക് സത്യം ഓടിക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടി അല്ലേ? അപ്പൊ അവിനാശിന്റെ ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. ഇതുപോലെ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ മരടിൽ എവിടെ ഷോപ്പ് എവിടെയാണ്? ഷോപ്പ് മരടിൽ തന്നെ. പോയി കഴിഞ്ഞാൽ എന്താണ് പ്ലഗ്ഗി ബൈക്ക്. അപ്പൊ അവിടെ പോയി അന്വേഷിച്ചാൽ നമുക്ക് ഇതുപോലത്തെ വണ്ടി നമുക്ക് എല്ലാവർക്കും വാങ്ങാവുന്നതാണ്.